ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും അതോടൊപ്പം ഇസ്ലാമിക ആദർശം, ഹദീസ്, ഖുർആൻ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കഠിന സ്ത്രീ വിരോധികളാണ് എന്ന് തെളിയിക്കാനുള്ള അതിഗംഭീരമായ ശ്രമമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വരും, ഇത്രയൊക്കെ കേട്ടിട്ടും ഇസ്ലാമിൽ നിൽക്കുകയാണോ സ്ത്രീകൾ എന്ന്, ഇത്രയൊക്കെ ഭീകരമായിട്ടും ഇസ്ലാമിനെ സ്നേഹിക്കുകയാണോ സ്ത്രീകൾ എന്ന്. അപ്പോൾ ഈ കമൻ്റ് എഴുതുന്നവർ പ്രത്യേകമായ തൊഴിലാളികളാണ്, അവർക്ക് കമൻ്റ് എഴുതൽ തൊഴിലാണ്. അവർ ഇസ്ലാമിനെ ഈ വിമർശകന്റെ നാവിൽ നിന്നല്ലാതെ കേട്ടിട്ടേ ഇല്ല. എന്താണ് പരിശുദ്ധ ഇസ്ലാം എന്ന് ഖുർആനോ ഹദീസോ വെച്ചവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വക്താക്കളാകുന്ന പണ്ഡിതന്മാർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഇത്തിരി സമയം പോലുമില്ല. പിന്നെ ഏതെങ്കിലും മതവിരുദ്ധൻ യൂട്യൂബിൽ ജീവിക്കാൻ വേണ്ടി മറ്റു ജോലികളൊന്നും പറ്റാതെ വരുമ്പോൾ പഠിച്ച പണി ചില പുതിയ ആദർശങ്ങളുടെ കാരണത്താൽ ജീവിത സന്ധാരണ മാർഗത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ, അങ്ങനെയാണ് എക്സ് മുസ്ലിമുകളിലുള്ള ചില ഡോക്ടർമാരൊക്കെ ഹോമിയോ ഡോക്ടർമാരാണ്. അവർ പോയി ഈ എക്സ് മുസ്ലിം ആയപ്പോൾ മതം മാത്രമല്ല ശരിയല്ല എന്ന് തോന്നിയത്, അതുവരെ അവർ 5-6 വർഷം എടുത്ത് പഠിച്ച ഹോമിയോ വൈദ്യശാസ്ത്രം ശരിയല്ലെന്നും അത് സൂഡോ സയൻസ് ആണെന്നും അവർക്ക് ബോധ്യപ്പെട്ടു അത്രേ. അതുകൊണ്ട് യാതൊരു ഫലവും കിട്ടൂല എന്ന് അവർക്ക് തീരുമാനമായി. അവരിതുവരെയും ഈ മേഖലയിൽ ഡോക്ടർമാരായി പ്രവർത്തിച്ചവരാണ്. ആ സീസണിൽ നിരവധിയായ രോഗികളെ അവർ ചികിത്സിച്ചതും ഭേദപ്പെട്ടതുമാണ്. അത് അവരുടെ അനുഭവമാണ്. ലോകത്ത് കാലങ്ങളായി ഒരു വൈദ്യശാസ്ത്രം നിലനിൽക്കുന്നുവെങ്കിൽ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും, അതിൻ്റെതായ നന്മകളുണ്ടാകും. ഞാൻ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തെ പ്രത്യേകമായി പ്രൊമോട്ട് ചെയ്യാനല്ല അത് പറയുന്നത്. ആയുർവേദമാവട്ടെ, യുനാനിയാവട്ടെ, ഹോമിയോ ആവട്ടെ, സിദ്ധമാവട്ടെ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. നമുക്കറിയാലോ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ച 4-5 ചികിത്സാ രീതികൾ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനപ്പുറം ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച നിരവധിയായ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ ഹോമിയോ എന്ന് പറയുന്നത്. പലരും അതിൻ്റെ അനുഭവസ്ഥരാണ്. പക്ഷെ അത് സൂഡോ സയൻസ് ആണെന്ന് മനസ്സിലായി. ഏതുപോലെ ഇസ്ലാം ശരിയല്ല എന്ന് മനസ്സിലായതുപോലെ അതോടുകൂടി ഡോക്ടർ പണി ചെയ്യാൻ പറ്റാതെയായി. ചില ആളുകൾ അങ്ങനെയാണ്. ഈ ഹോമിയോ പോലെയുള്ള ഏതെങ്കിലും ഒരു സമാന്തര ചികിത്സാ രീതിയുടെ ഗുണങ്ങൾ പറയാനല്ല എൻ്റെ ഈ വേദിയിലെ ലക്ഷ്യം. അവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശനത്തിൽ കൂടുന്നു എന്നതിൻ്റെ ഒരു കാരണം പറയാനാണ്. നമുക്കറിയാം, ഈ ഗതികെട്ട കുറേ രോഗങ്ങൾ ഓപ്പറേഷൻ പോലുമില്ലാതെ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് സുഖപ്പെടാറുണ്ട്. അപ്പോൾ ഈ ചങ്ങാതിമാരെ വിശദീകരിക്കൽ മരുന്ന് കുടിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ട് ഡമ്മി മെഡിസിനായി പ്രവർത്തിക്കുന്നത് കൊണ്ട് സുഖപ്പെടുന്നതാണ് എന്നാണ്. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടികളുടെ രോഗം മാറാൻ പാടില്ല. ഇതേ വൈദ്യശാസ്ത്രത്തിൽ തന്നെ മൃഗങ്ങൾക്ക്, പക്ഷികൾക്കൊക്കെ ഉള്ള മെഡിസിനുകളുണ്ട്. അതിൻ്റെ ഫലവും കാണാറുണ്ട്. ഇവർ പറയുന്നത് പ്രകാരം ഈ മൃഗങ്ങൾക്ക് ഈ ഔഷധങ്ങൾ തീരെ പ്രതിഫലിക്കാൻ പാടില്ല. കാരണം എന്തോ ഒരു മരുന്ന് കുടിക്കുന്നുണ്ട് തോന്നിയിട്ടൊന്നുമല്ല, അവരുടെ വെള്ളത്തിൻ്റെയും അവരുടെ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ട് ഇത് കൊടുക്കലാണ് പതിവ്. പലജാതി സർജറിക്ക് നിർബന്ധിപ്പിക്കപ്പെടുന്ന ആധുനിക വൈദ്യശാസ്ത്രം സർജറി അല്ലാതെ പരിഹാരമില്ലെന്ന് പറയുന്ന പലജാതി രോഗങ്ങൾക്ക് ഈ സമാന്തര വൈദ്യശാസ്ത്ര ചികിത്സകൾ കൊണ്ട് സമ്പൂർണമായ സുഖം ലഭിക്കാറുണ്ട്. അതിൻ്റെതായ ഗുണങ്ങൾ അതിനുണ്ടെന്ന് ഈ മനുഷ്യനടക്കം ബോധ്യപ്പെട്ടതാണ്. കാരണം കാലങ്ങളോളം അയാൾ രോഗികളെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനേയും വിമർശിക്കുക എന്നൊരു ട്രെൻഡിലേക്ക് വരുമ്പോൾ ഇസ്ലാം മാത്രമല്ല ശരിയല്ലെന്ന് വരുന്നത്, അവരിതുവരെയും പഠിച്ചതും ചികിത്സിച്ച് അനുഭവിച്ചതുമായ വൈദ്യശാസ്ത്രവും ശരിയല്ലെന്ന് വരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ എന്ന് പറയാൻ മടിയായി വരും. പിന്നെ ജീവിക്കണ്ടേ? ജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം പുതിയ കാലത്ത് ഇസ്ലാം വിമർശനം നടത്തി യൂട്യൂബിലും മറ്റും സ്ഥിരമായി പോസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം വിമർശനമാകുമ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ കൂടും, കാണും, ലൈക്ക്, ഷെയർ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവർക്ക് വരുമാനം വരും. അതുകൊണ്ടാണ് മറ്റു തൊഴിലൊന്നുമില്ലാതെ ദിവസവും 1-2 ക്ലിപ്പ് വരെ കറക്കിക്കൊണ്ടിരിക്കുന്നത്.
പറഞ്ഞതന്നെ ആവർത്തിച്ച് പറയുന്നു. ഇസ്ലാമിൻ്റെ ഉദ്ഭവം മുതലുള്ള വിമർശനങ്ങൾക്ക് അന്നു മുതലുള്ള പണ്ഡിതന്മാർ മറുപടി പറഞ്ഞ് 100% ശത്രുക്കളിൽ ലഭ്യരായ കാര്യങ്ങൾ പിന്നെയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇസ്ലാമിലെ സ്ത്രീ.